At simple interest, a certain sum amounts to rupees 1,250 in 2 years and rupees 2,000 in 5 years. Find the rate of interest. സാധാരണ പലിശ പ്രകാരം ഒരു നിശ്ചിത തുക 2 വർഷം കൊണ്ട് 1250 രൂപയായും 5 വർഷം കൊണ്ട് 2000 രൂപയായും മാറുന്നു. പലിശ നിരക്ക് എത്ര? സാധാരണ പലിശ നിരക്കിലാണ് ഒരു തുക ബാങ്കിലിട്ടിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരമാണ് ഒരു നിശ്ചിത തുക ബാങ്കിലിട്ടിരിക്കുന്നത്. ആ ബാങ്കിലിട്ട തുക 2 വർഷം കഴിയുമ്പോൾ 1250 രൂപയായി. എത്രയോ രൂപ നമുക്കറിയില്ല, അത്രയും തുക ബാങ്കിലിട്ടപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ആ തുക 1250 ആയി. അതേ തുക 5 വർഷം കഴിയുമ്പോഴേക്കോ 2000 രൂപയായി. ഇപ്പം 2 വർഷം കഴിയുമ്പോൾ നമ്മളിട്ട തുക 1250 ആയി. 5 വർഷം കഴിയുമ്പോൾ നമ്മളിട്ട തുക 2000 ആയി മാറി. അതായത് ഇവിടെ 3 വർഷത്തെ ഇടവേള ഉണ്ട്. ആ 3 വർഷം കൊണ്ട് ഇവിടെ എത്ര രൂപ കൂടി? 750 രൂപ കൂടി. 1250 മാറി 2000. അപ്പം 3 വർഷം കൊണ്ട് 1250 2000 ആണെങ്കിൽ ആ കൂടിയ തുക ആ 3 വർഷത്തെ പലിശയാണ്. ഇപ്പം 3 വർഷത്തെ പലിശ എത്രയാണ്? 1250 2000ലേക്ക് 750 രൂപ. 3 വർഷത്തെ പലിശ, അതായത് സാധാരണ പലിശ 750 ആണെങ്കിൽ ഒരു വർഷത്തെ എന്താ? 750നെ 3 കൊണ്ട് ഹരിക്കുക. 750/3 250 എന്ന് വരും. അപ്പോൾ ഒരു വർഷത്തെ പലിശ 250 ആണ്. അപ്പോൾ 2 വർഷത്തെ പലിശ അതിൻ്റെ ഇരട്ടിയാണ്. 2 വർഷത്തെ സാധാരണ പലിശ 250ൻ്റെ ഇരട്ടി 500. അപ്പോൾ നമുക്ക് 2 വർഷത്തെ സാധാരണ പലിശ അറിയാം. ഇനി സാധാരണ പലിശയുടെ സൂത്രവാക്യം എഴുതുക. I = P × N × R ആണ്. I = PNR. ഇതിൽ I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ. അത് നമുക്ക് 2 വർഷത്തെയാണ്. എത്രയാണ്? 500. 2 വർഷത്തെ പലിശ 500 സമം. ഇനി നമ്മൾ ബാങ്കിലിട്ട തുക നമുക്ക് തന്നിട്ടില്ല, അത് കണക്കാക്കണം. ഇപ്പം 2 വർഷം കൊണ്ട് നമുക്ക് 2 വർഷം കഴിയുമ്പോൾ 500 രൂപ പലിശ കിട്ടിയിട്ടുണ്ട്. 2 വർഷം കൊണ്ട് 500 രൂപ പലിശ കിട്ടി. 2 വർഷം കഴിയുമ്പോൾ നമ്മളിട്ട തുക എത്രയായി? 1250 ആയി. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മളിട്ട തുക 1250 ആയി. അതിലത്തെ ഈ 500 പലിശയാണ്. 2 വർഷം കൊണ്ട് കിട്ടിയ പലിശ 500 ആണ്. അപ്പോൾ എത്രയാണ് ഇട്ടുണ്ടാവുക? 750 രൂപയാണ് ഇട്ടുണ്ടാവുക. അപ്പോൾ 750 രൂപ ബാങ്കിലിട്ടു. 2 വർഷം കഴിയുമ്പോൾ 500 പലിശയും കിട്ടി. അതാണ് 2 വർഷം കഴിയുമ്പോൾ 1250 ആയി. അപ്പോൾ നിക്ഷേപ തുക എത്രയാണ്? 750 രൂപയാണ്. അപ്പോൾ പിക്ക് വരെ നമുക്ക് 750 എന്ന് എഴുതി. ഇൻറ്റു N വർഷം 2 ഇൻറ്റു R ആണ് നമുക്ക് കാണേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് കാണണം. അപ്പോൾ നമുക്ക് R/100 എന്ന് എഴുതാം. നമുക്കിതിൽ R കാണണമെങ്കിൽ R എന്ന് എഴുതുക. R കാണാൻ ആറിൻ്റെ കൂടെയുള്ള സംഖ്യകളൊക്കെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മറുഭാഗത്ത് ഇവിടെ എത്രയുണ്ട്? 500 എന്നുണ്ട്. ഇനി നമ്മൾ ആറിൻ്റെ കൂടെയുള്ളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ഛേദങ്ങളെല്ലാം അംശമാവും, അംശങ്ങളെല്ലാം ഛേദമാവും. ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതാ? /100. അത് ഇൻറ്റു 100 എന്ന് എഴുതുക. ഇൻറ്റു 100 ഇവിടുത്തെ ന്യൂമറേറ്റേഴ്സ് 2 ആണ്. അത് ഡിനോമിനേറ്ററായി മാറും. 2 ഡിനോമിനേറ്റേഴ്സായി മാറും. 750 ഇൻറ്റു 2. നമുക്കിതിൽ വെട്ടിച്ചെടുക്കാം. ഇതിൽ ഈ 0 വെട്ടിപ്പോയി. ഇവിടെ 25 കൊണ്ട് 2 25 50, 3 25 75. ഈ 2 വെട്ടിപ്പോയിട്ട് ബാക്കി 100/3 എന്ന് വരും. 100/3 നമുക്ക് ഹരിക്കുമ്പോൾ 10ൽ 39, ശിഷ്ടം 1 10ൽ 39, അതായത് 33 3 99 ആയി. പിന്നെ ബാക്കി 1 0.8, 1 0 ചേർക്കുമ്പോൾ 10ൽ 39, വീണ്ടും 10ൽ 39. ഇത് അവസാനിക്കില്ല, ഇങ്ങനെ പോവും. 33.33% ആ ബാങ്കിലത്തെ പലിശ നിരക്ക്.